25 പൈസയൊക്കെ മീൻ കിട്ടും. 25 പൈസ അത് ഒത്തിരിയായി ഒരു ഏക്കറത്തിന്. മത്തിയൊക്കെ കിട്ടത്തില്ലായിരുന്നു. ആ മത്തിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് മുളകും മല്ലിയൊക്കെ നിങ്ങള് കല്ലേൽ അരച്ചല്ലേ? അതെ, കല്ലേൽ അരച്ചല്ലേ കറി വെക്കും? അതിന്റെ ചെകള് കളയത്തില്ല, പൂവും തലയും കളയത്തില്ല, മുഖവും കളഞ്ഞിട്ട് ഇത് ഇങ്ങനെ കളഞ്ഞു കുടല് നെയ്യ് വരെ ഇങ്ങെടുക്കും. എടുക്കാൻ നെയ്യ് ചീഞ്ചട്ടിക്കകത്ത് അടുപ്പ വെച്ചിട്ട് ഈ ചെകള് ഉണ്ടല്ലോ മത്തിയുടെ മീനിന്റെ, അത് ഉപ്പും മുളകും വരട്ടി പൂവും എല്ലാം കൊണ്ട് വറുത്ത് അത് മറ്റുള്ളവർക്ക്. പിന്നെ പിള്ളേർക്കും ഒക്കെ കൊടുക്കാൻ ഈ മത്തി മുള്ളിങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് ആ മത്തി അരകെല്ലാം മുളകും മല്ലി ഉലുവായും എല്ലാം കൊണ്ട് വറുത്തരച്ചൊന്ന് കലത്ത ഇങ്ങനെ മണ്ണിലാ കല്ല് കിടക്കുന്നത്. മണ്ണിലോട്ട് ഇങ്ങനെ ഇടിക്കും, ഇങ്ങനെ അങ്ങോട്ട് അരയ്ക്കും. ഇങ്ങനെ അരച്ച് ഇങ്ങനെ വെച്ചിട്ട് കലി പൊക്കിയിട്ട് വരച്ചെടുത്തിട്ട് കലക്കി. അന്ന് ആട്ടുകല്ലില്ല, ഒരലില്ല, ഒന്നുമില്ല, അരകല്ല് മാത്രമേ ഉള്ളൂ. അത് അരച്ച് കലക്കി അടുപ്പ വെച്ചിട്ട് പുളിയെല്ലാം കഴിട്ട് വെച്ച് 4 കപ്പയും കൂടെ മേടിച്ച് ഇങ്ങോട്ട് വേവിക്കും. അങ്ങ് വേവിച്ചിട്ട് അതങ്ങോട്ട് വേവിച്ച് മണം വന്നപ്പോഴേ അങ്ങനെ വായിക്കാത്ത വെള്ളവും എനിക്ക് വെള്ളം ഒന്നും വായി തരത്തില്ല. അങ്ങോട്ട് വേവിച്ച് കഞ്ഞി ഇത്രയാ വെക്കുന്നേ. അതിന്റെ നടുക്കൊന്ന് ചോറൊക്കെ കോരി പിള്ളേർക്കെല്ലാം കൊടുക്കും. പിള്ളേർക്ക് കൊടുത്തിട്ട് തന്തയ്ക്കും കൊടുക്കും. പിന്നെ കലത്തിലൊന്നും കാണില്ല. അത് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കും. കഞ്ഞിവെള്ളം കുടിച്ചോണ്ടൊക്കെയാ കിടക്കുന്നത്. കപ്പയും കഞ്ഞിവെള്ളവും പച്ചവെള്ളവും ഒക്കെ. ഇനി മീന്റെ ഒക്കെ എല്ലാം കൂടെ ഇച്ചിരി ഒഴിച്ച് കലക്കിയിട്ട് പാൽ കുടിച്ച് ഓ അതിനൊന്നും കാണത്തില്ല ചിലപ്പോ. അപ്പൊ മക്കളൊന്നും അന്വേഷിക്കത്തില്ലേ? കഴിച്ചില്ലായിരുന്നു? ഏത് മക്കള്? വല്യമ്മ കൊടുക്കുന്ന മക്കളത് കുഞ്ഞുങ്ങളല്ലയോ, കൊച്ചുങ്ങളല്ലയോ. പിന്നെ കെട്ടിയാനോ? കെട്ടിയാൻ ആ പാടിച്ചിട്ട് കൊടുത്ത പിള്ളേരുടെ എല്ലാം ഉടുപ്പ് നോക്കി വെച്ചേ കഴിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും കൊടുത്തൊന്നും നോക്കുമല്ലേ? വയറ് വീർത്തിട്ടുണ്ടോ ചൊട്ടി കിടന്നിട്ട് ഞാൻ പറയാം ഞാൻ 2ാമയല്ല ആദ്യത്തെ അമ്മ എന്നാണ്. അത് സത്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇവിടെ ഇടിയാണ് കാശ് കൊടുത്തത്. ഇങ്ങനെ വരുന്ന പിള്ളേര് കരയുന്ന ഇങ്ങോട്ട് വരുമ്പോ കേട്ടോണ്ട് വരുവാണ്. ഇങ്ങനെ കൈയും കൊണ്ട് വരുമ്പോ കൈ എവിടാന്നാ അവിടെ കരയുന്ന കാര്യം അന്വേഷിക്കത്തില്ല. അടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ കൈ. അത് പോട്ടെ, എന്നിട്ട് മത്തിക്കറി എങ്ങനെയാവും? അത് പിന്നെ അന്നത്തെ കാര്യം നമുക്ക് ഈ പിണക്ക് എന്നതാണെന്നൊന്നും അന്ന് അങ്ങനെ അറിയത്തൊന്നും. കരയും അതേ ഉള്ളു, അല്ലാതെ പിണക്ക് എന്നതാ ഇത് കുശുമ്പ് എന്നതാ അതൊന്നും അറിയത്തില്ല. അല്ല, മത്തി എങ്ങനെ കടലിൽ പോയി പിടിക്കുവോ? അതോ മത്തി വണ്ടിയൊക്കെ കവച്ചാല് ചന്തേ കൊണ്ടുവരും. അവിടെ അന്ന് മാന്നാട്ട് വെച്ചായിരിക്കുമ്പോ ലോറിയിലാ ചെറുപ്പുഴന്ന് ലോറിയിലോട്ട് മീൻ കൊണ്ട് ചന്തയിലോട്ട് അങ്ങോട്ട് പുറവശത്ത് തന്നിട്ടുണ്ട്. കുടഞ്ഞിടുമ്പോഴത്തേന് പിടയ്ക്കുന്നതുണ്ട്, ചൂടാണ്, സർവ്വ മീനും ഉണ്ട്. അത് തിരിയാന് ഈ നേത്തന്മാരും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. പലകട പുറത്ത് നിരത്തി വെക്കുന്ന 50 പൈസക്ക് 25 പൈസക്ക് ഒക്കെ. അപ്പൊ ഒരുപാട് കപ്പയും മേടിച്ച് 4 മത്തിയും മേടിച്ച് 10 പൈസയുടെ തേങ്ങയും മേടിക്കും. 10 പൈസക്ക് തേങ്ങ കിട്ടും. ഒരു നേരത്തേക്കോ? അത് പൂളിയാ വെക്കും. നമ്മളെ പിള്ളേർക്ക് കൊടുക്കത്തില്ലേ ഒരു കഷ്ണം പൂളി വെച്ചിരിക്കുക. നമ്മളിപ്പോ 10 പൈസ തേങ്ങ കഴിച്ചാലും 1 കഷ്ണം തരും. അത് ഈ മുളകും മല്ലിയും വറുത്തരച്ചിട്ട് അതിനകത്ത് അരച്ചാ. തേങ്ങ പൂളിയാണോ വെക്കുന്നത്? ഒരെണ്ണം മേടിക്കാൻ കാശ് വേണ്ടി. അപ്പം മത്തിക്കറി വെച്ച് കഴിഞ്ഞാൽ എത്ര നേരത്തേക്ക് കാണും? ഒരു നേരത്തേക്കേ ഉള്ളോ അതോ ഒരു ദിവസം ഫുള്ളും ഉണ്ടോ? അത് ദിവസം മേടിക്കുമല്ലോ. ദിവസം മേടിച്ചോണ്ട് അത് ഈ ഓലക്കൊടയാ ഈ കൂട. നീ ഓർക്കുന്നില്ലയോ? ഓല കൊണ്ട് മേടഞ്ഞ അതിനകത്ത് സാധനങ്ങൾ മേടിച്ചു. ഓലക്കൊട്ട കൊണ്ട് മേടഞ്ഞിട്ട് അതിനകത്ത് ഉപ്പും മുതല് വിറക് വരെ മേടിക്കും. അത് എന്നും വിറവ് മേടിക്കും. 8 എണ്ണയുടെ വിറക്
വിറകിന് തന്നെ നല്ല പൈസയാവും അല്ലേ? അല്ല അന്നൊന്നും തീരും രണ്ടൊന്നും തീരും. ആ ആ വിറകിൽ ഓരോ കഷ്ണം ആ വെക്കും. ശരിയാണല്ലോ, ഇന്നത്തെ പോലെ ഗ്യാസ് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അതെന്തായതൊക്കെ എന്താ ഗ്യാസ് എന്നൊക്കെ പറയും. ഞാൻ ഗ്യാസിൽ പെരുമാറിയിട്ടില്ല. ഉം. മണ്ണെണ്ണ സ്റ്റവില് ഇവിടെ അത് നമുക്ക് ഇവിടെ കൊച്ചുപോലേക്ക് കണ്ടാ പിന്നെ പെരുമാറി എങ്ങനെയാ കഴിക്കുന്നത്? നമ്മക്കല്ല മാന്നാർ വെച്ച് അടുപ്പല്ലായിരുന്നു. ആ നിലത്താ സിമെന്റും അല്ല ചാണകം വഴി അത് വിറക് എത്തിക്കുമ്പോഴത്തേക്ക് പാമ്പും കിടക്കും അവിടെ. പാമ്പോ? പിന്നെ വിറകിന്റെ കൂടെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ വിറക്കി അടുപ്പി വെക്കുമ്പോ കാണത്തില്ലല്ലോ. തറ ചുമ്മാതെ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിട്ടോ ചാണകം മെഴുകിയ വീടാ, ഉം. വാടക വീടേ. ഉം. അത് അടുക്കള. പിന്നെ വന്നാൽ ഒരു മുറിയുള്ള അതിനകത്ത് തന്നെ ഒരു ഭാവിയിൽ നിരത്തി അങ്ങോട്ട് അങ്ങനെ കിടക്കുന്നത് ആണോ? മൊത്തം എല്ലാരും കൂടെ. ആ. അമ്മായിമ്മനുണ്ടേലും അമ്മായിമ്മ ഉണ്ടേലും കെട്ടുകാരുണ്ടേലും കെട്ടികളുണ്ടേലും മക്കളുണ്ടെങ്കിലും എല്ലാരും നേരം നമ്മൾ വൃത്തിയാക്കി. ആ ആ. ഉം. അതങ്ങനെ നാണക്കേടൊന്നും ഞാൻ എന്റെ കല്യാണം കഴിച്ചോണ്ട് പോകുമ്പോ അവരുടെ വീട്ടിൽ ഒരു ചാണകം എഴുതി കിട്ടിയിട്ട് ഒരു മുറിയുണ്ട്. അത് ചാക്കാ കറവ്. ഉം. ചാക്ക് മേളി കട്ടളെ കെട്ടിയിട്ടിട്ട് തൂക്ക് കിട്ടിയിരിക്കുക. ഉം. ആ കെട്ടിയെന്നാണ് കെട്ടിയെന്നെ കണ്ട 7-ാം പക്കവാ. 1000 അടി അടിച്ചു. എന്റെ മക്കളെ കാലിന് അടി അടിച്ചെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്നറിയോ, 4-ാം ദിവസം പോയില്ലേ അന്നത്തെ കാലത്ത് ഒരു പൊങ്കലുണ്ട്, 7-ാം കണക്കെന്ന് പറഞ്ഞ പൊങ്കലുണ്ട്. ആ പൊങ്കലിന് നടന്നാ പോകുന്ന വണ്ടിയും വെള്ളവും കാളവണ്ടിയും ഒന്നും ഇല്ല. കണ്ടത്തിൽ കൂടെ ഞങ്ങൾ രണ്ട് നടന്നു ചെന്നപ്പോ വെള്ളിവച്ചാളും കൊച്ചുവച്ചാളും വീട്ടിൽ ഇരിക്കുന്നു. വെള്ളിവച്ചാൾ എന്നെ കണ്ടോണ്ട് ചിരിച്ചു. നമുക്കറിയാം ഞാനും കൊച്ചല്ലേ, ഞാനും ചിരിച്ചു. ഇങ്ങേരുണ്ടല്ലോ വന്ന ചിങ്ങേരങ്ങ് പോയി. ആ ഉത്സവത്തിനിടയ്ക്കാ അങ്ങ് പോയി. വീട്ടിലങ്ങ് പോയിട്ട് സന്ധ്യയായി എന്നെയും കൊണ്ട് പോയപ്പോ അത്തയും മാവനും പിള്ളേരും എല്ലാം നക്ഷത്രപ്പറ്റി പോയി ഉത്സവമാണ്. എന്റെ ഭഗവാനെ, എന്നെ അടിച്ച് എന്തിനാന്ന് എനിക്കും അറിയത്തില്ല. കണ്ടത്തിൽ കൂടെ രാത്രി വലിച്ചോണ്ട് വന്നിട്ട് ഇവിടെ മറ്റേ അടിയടിച്ച പിറ്റേ ഞാൻ അടിക്കൊള്ളുന്നത് ഇന്നുവരെ എന്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോരുത്തരുടെ സാഹചര്യം അറിയത്തില്ലെന്ന്, കാരണം അറിയത്തില്ല. കാരണം എനിക്കറിയത്തില്ല. ഞാൻ കളിയാക്കി ചിരിച്ചല്ലേ. ഓ ചിരിച്ചപ്പോ കളിയാക്കിയതാണ്, ഈഗോ വന്നു. ആ കളിയാക്കിയതാന്നും പറഞ്ഞോണ്ടായിരുന്നു. അപ്പൊ ആരും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് അപ്പൂപ്പന് വല്യപ്പന്റെ അപ്പന് വന്നൊന്നെ എന്നെ അടിച്ച് ഞാൻ കുഞ്ഞിങ്ങനെ വേക്കുക. അടി കൊണ്ട് തരുന്നതും മണ്ണി തന്നെയാണ് പിന്നെ കളിയാക്കി. എന്നാ കളിയാക്കിയെന്ന് ചോദിച്ചാൽ അവർ ചെയ്യും. നിങ്ങളെ ഇനി പെണ്ണൊക്കെല്ലോ ഈ പെണ്ണെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ കണ്ടിരുന്നു. അപ്പൊ സപ്പോർട്ടായിരുന്നു. മാവനല്ലേ എന്നെ കൊണ്ടുപോയേ. നല്ല എന്നല്ല അതിനൂടെ കൂടി പെങ്ങന്മാര്. അപ്പൊ അങ്ങനാണ് മത്തിക്കറി ആയത്. ഇല്ല അവൻ കുട്ടിപ്പണിയൊക്കെ വെച്ചാലും ഞാൻ കിട്ടിയപ്പോഴും എനിക്കാർക്കൊന്നും ഇല്ലല്ലേ? അതിന് പെങ്ങന്മാർക്ക് അത്ത കൊടുക്കും. ചോറ് വിളമ്പി കൊടുക്കാനോ ഒന്നും സമ്മതിക്കില്ല. മിണ്ടാനോ പറയാനോ ഒന്നും സമ്മതിക്കില്ല. മിണ്ടാനൊന്നും എല്ലാം കൊടുക്കുന്ന കത്തയും പെങ്ങന്മാര് വഴക്കൊന്നും. അങ്ങനെ പറഞ്ഞു പിന്നെ മാവൻ പറഞ്ഞു ഇവിടെ നമുക്ക് അന്ന് കൊണ്ടുപോകാം അവിടെ പറയും. മാങ്ങാത്തിന് 3 മാസം കഴിഞ്ഞപ്പോ എന്നെയും കൊണ്ടാൽ മതി. കൊറേ കഷ്ടപ്പെട്ടു അതെ. മൈസൂരിൽ ഞാൻ അവരെ പൊന്നുപോലെ നോക്കി മരിക്കുമ്പോ ഞാൻ അടുക്കി ഇരിപ്പുണ്ട്. എന്നാലും അതെന്റെ കടമ. തോന്നുന്നു